മനസ്സിലായോ നിങ്ങൾക്ക്? വളരെ നമ്മൾ ചിന്തിക്കണം. ഒരാൾ അള്ളാന്റെ പൊരുത്തമില്ലാത്ത ഒരാളെങ്കിലും ഒരു കൂട്ടത്തിലുണ്ടെങ്കിൽ അതിന്റെ കുരുത്തക്കേട് ആ സൊസൈറ്റി മുഴുവനും അനുഭവിക്കുന്നല്ലേ എന്റെ അർത്ഥം. നമ്മൾ ചിന്തിക്കും. അപ്പൊ വളരെ ആലോചിക്കണം. ഇതിന്റെ പേരിൽ ഇഷ്ടം പോലെ ആളുകൾ മദ്യാസക്തിയും ലോട്ടറി താല്പര്യവും ഇവിടെ. നമ്മൾ വളരെ ചിന്തിക്കണം. 99% 100% എന്ന് പറയാ മുസ്ലിമീങ്ങൾ മാത്രം അധിവസിക്കുന്ന ചില മഹല്ലുകളിൽ ഇതിന്റെ റാക്കറ്റുകൾ പിടിയമർത്തിയിരിക്കുന്നു. മദ്യപാനവും ലോട്ടറിയും. നേരം വെളുത്താൽ ലോട്ടറിക്കാർ വരും. അതുതന്നെ വൈകുന്നേരം കഴിഞ്ഞ് നേരം വെളുത്താൽ പിന്നെ ആവശ്യക്കാർക്ക് കുപ്പിയെടുത്ത് വിൽക്കാം. ഒരു മഹല്ലിൽ 100% എന്ന് പറയാവുന്ന വിധത്തിൽ മുസ്ലിമീങ്ങളുള്ള ഒരു മഹല്ലിലെ ഒരു കുടുംബത്തിന്റെ ഉപജീവനം, കുടുംബനാഥൻ നേരം വെളുത്താൽ ഒരു ചാക്കും കൊണ്ട് പുറത്തിറങ്ങും. 100% എന്ന് പറയാവുന്ന വിധത്തിൽ മലപ്പുറം ജില്ലയിൽ 100% എന്ന് പറയാവുന്ന വിധത്തിൽ മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു മഹല്ലിലെ ഒരു കുടുംബത്തിന്റെ ഉപജീവനം. കുടുംബനാഥൻ നേരം വെളുത്താൽ ഒരു ചാക്കും കൊണ്ട് പുറത്തിറങ്ങും. എന്തിന്? ആ ചാക്കും കൊണ്ട് പുറത്തിറങ്ങിയാൽ ഇങ്ങനെ പുഴയുടെ കരയില്, റോട്ടിന്റെ സൈഡില്, പീടികയുടെ ബാക്കില് ഒക്കെ ഇങ്ങനെ അയാൾ ഇങ്ങനെ തെരഞ്ഞാൽ അയാളുടെ ചാക്ക് നിറയെ അയാൾക്ക് കുപ്പി കിട്ടും. അത് കൊണ്ടുപോയി വിറ്റാൽ ആ കുടുംബ ഉപജീവനം കഴിക്കും. 100% മുസ്ലിമീങ്ങൾ എന്ന് പറയാവുന്ന ഒരു മഹല്ല്. ഞാൻ പേര് പറയൂല. നിങ്ങൾ ആരെങ്കിലും അവിടുന്ന് കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വാക്കുകൊണ്ട് മുടങ്ങരുതെന്ന് വിചാരിച്ചു പേര് പറയില്ല. 100% മുസ്ലിമീങ്ങളുടെ ഒരു മഹല്ല്. വളരെ നമ്മൾ ചിന്തിക്കണം. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതൊന്നും നിസ്സാരമായി കാണരുത്. മദ്യപാനവും ലോട്ടറിയും സമൂഹമാകെ എന്ന് വ്യാപിച്ചിരിക്കുന്നു. എവിടെയും ഇങ്ങനെയുള്ള സ്വപ്നത്തിന്റെ പിന്നാലെയുള്ള മനുഷ്യന്മാർ എവിടെയും വിഷയം സ്വപ്നം പേറി അങ്ങനെ നടക്കുക. നിർമ്മാണങ്ങൾക്കില്ല, ഒരു കർമ്മം അവർ ചെയ്യൂല. പിന്നെ അവർ ഇത് ചെയ്യും. ഇങ്ങനെ പിന്നെ ഈ ഊഹക്കച്ചവടങ്ങൾ നടത്തും, പണം ഉണ്ടാക്കും. അതുകൊണ്ട് ഇത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ഇത് ഉത്തരവാദിത്തോടെ തന്നെ പറയാനല്ല, ഇത് മാഫിയയാണ്. ആരാ പറയുന്നത്? മുഖ്യമന്ത്രി പറയാ ലോട്ടറിയും മദ്യാസക്തിയും ഒരുപോലെയാണ്. ഈ കേരളം ഇപ്പോൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഈ കൊല്ലത്തെ സ്വാതന്ത്ര്യദിന സന്ദേശമാണത് ഇപ്പോൾ ഞാൻ വായിച്ചത്. ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഇക്കൊല്ലത്തെ സ്വാതന്ത്ര്യദിന സന്ദേശം മദ്യാസക്തിയിൽ നിന്നും ലോട്ടറി ഭ്രമത്തിൽ നിന്നും മാറി നിൽക്കണം. ഇത് രണ്ടും ഒരുപോലെയാണ് എന്ന് നിയമം കൊണ്ട് അവർ കൈകാര്യം ചെയ്യാനോട്ട് തയ്യാറുമല്ല. അപ്പോൾ ഗൗരവം എത്രയാണ്? ഇതൊക്കെ നേരത്തെ ആലിമീങ്ങൾ പറഞ്ഞിരുന്നു. സ്വപ്നത്തിന്റെ പിന്നാലെ ഒരാളും യാത്ര ചെയ്യരുത്. ഒരു പ്രശ്നം വെക്കൽ, അമ്പ് നോക്കിയറിയൽ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അല്ലാഹു തആല നിഷേധിച്ചിരുന്നു, വിരുദ്ധമാക്കിയിരുന്നു, അല്ലാഹു നിരാകരിച്ചിരുന്നു. അതാണ് വൽഅൻസാബു വൽഅസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ. അതൊക്കെ പിശാചാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതൊക്കെ പിശാചിന്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ശ്രദ്ധിക്കണം, ചിന്തിക്കണം. ഇത് വളരെ ഗൗരവമാണ്. 200 രൂപയ്ക്ക് പണിയെടുത്താൽ 100 രൂപയ്ക്ക് കള്ളുടിക്കാം, 100 രൂപയ്ക്ക് ലോട്ടറി എടുക്കാം. എത്ര? 200 രൂപയ്ക്ക് പണിയെടുത്താൽ 100 രൂപയ്ക്ക് കള്ള്, 100 രൂപ ലോട്ടറി. ചാലിയാറിന്റെ തീരത്ത് ഇഷ്ടം പോലെ ഒരു ദിവസം നേരം വെളുത്താൽ 1000 രൂപയ്ക്ക് 1500 രൂപയ്ക്ക് ഒരു തൊഴിലാളിക്ക് കിട്ടൽ സർവ്വസാധാരണയാണ്. എവിടെ പണടോ? എവിടെ? ഒരു ദിവസം 1500 1000 രൂപയ്ക്ക് അധ്വാനിക്കുന്ന ദിവസങ്ങളുണ്ടല്ലോ. പക്ഷേ എന്ത് ചെയ്തു? അത് അനർഹമായ രൂപത്തിൽ ചെലവഴിച്ചപ്പോൾ മണലിൽ നിയന്ത്രണം വന്നു. അല്ലാഹു റഹ്മത്തിനെടുത്ത് കളഞ്ഞില്ലേ? ഇപ്പോൾ വലിയ ആപത്തല്ലേ, വലിയ പ്രശ്നല്ലേ? മണൽ മേഖല പ്രതിസന്ധി നേരിടല്ലേ? എന്തേ? ധനമുണ്ടാക്കാമെങ്കിൽ ഒരാൾ ഗൾഫിൽ പോയി മാന്യമായി തൊഴിൽ കിട്ടിയാൽ ഒരു 12000 11000 12000 രൂപ ശമ്പളം കിട്ടും. അതിൽ അയാളെ ചെലവും കഴിയണം. എന്നാൽ ഒരാൾ മണൽ തൊഴിലാളിയാണെങ്കിലോ മര്യാദക്ക് മണലിന്റെ ഒരു നല്ല കാലഘട്ടം അവിടെ കഴിഞ്ഞുവല്ലോ. ആ പണം കൊണ്ട് വലിയ പണം ഉണ്ടാക്കിയിരുന്നല്ലോ. പക്ഷെ എന്ത് ചെയ്തു? എന്താ ചെയ്തത്? കുറഞ്ഞ പൈസ വീട്ടിലേക്ക് ഭക്ഷണത്തിന് കൊടുത്തു, ബാക്കി കള്ളുടിച്ചു. ആരെ? മാപ്പിളാര്. ബഹുമാനപ്പെട്ട ചില മഹല്ലുകൾ ലോട്ടറിയും എടുത്തു, ലോട്ടറിയും കള്ളും. ഇത് തന്നെ ചില ബഹുമാനപ്പെട്ട മഹല്ലുകൾ
വളരെ ബഹുമാനപ്പെട്ട ചില മഹല്ലുകൾ ഇതന്നെ. ഇവിടെ അടുത്തുള്ള വളരെ ബഹുമാനപ്പെട്ട ഒരു മഹൽ. ആ മഹലിന്റെ പേര് കേട്ടാൽ അവിടെ മുമ്പ് ജീവിച്ചിരുന്ന ചില മഹാന്മാർ കാരണം റളിയല്ലാഹു അൻഹു എന്ന് പറയും. അങ്ങനത്തെ ഒരു മഹല്ല്. ആ മഹല്ലിൽ ചെന്നപ്പോൾ ഈ അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞു, ഇത് മാത്രം പറഞ്ഞാൽ മതി, ചെറുപ്പക്കാർ അതിന്റെ പിന്നാലെയാണ്. ഇവിടെ അടുത്തൊരു മഹല്ല്, ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ഒരു മഹല്ല്, ഇങ്ങനെ പോയാൽ ഒരു മഹല്ല്. ആ മഹല്ലിൽ വളരെ ബഹുമാനികളായ ചില ആളുകൾ മുമ്പ് പാർത്തിരുന്ന കാരണത്താൽ ആ മഹലിന്റെ പേര് കേട്ടത്തിന് നമുക്ക് അത്ഭുതം തോന്നുന്നു. അങ്ങനത്തെ ചില മഹല്ലുകള്. ആ മഹല്ലില് ചെറുപ്പക്കാർക്ക് ഇതേ പണിയുണ്ടോ? ഈ കള്ളുടെയും ഈ ലോട്ടറിയും മണലും ആരും വേറൊന്നുമില്ല. ചെറുപ്പക്കാര് സ്വപ്നത്തിന്റെയും അരക്ഷിതാവസ്ഥയുടെയും പിന്നാലെയായിരിക്കുന്നു. അതുകൊണ്ട് കുറഞ്ഞ ആളുകളുടെ തൊഴിലല്ല സർക്കാർ ഈ വിഷയത്തിൽ ചെയ്യേണ്ടത്. ജനങ്ങൾ എന്തായിപ്പോയി? ഒരു ജനത, കേരളത്തിലെ മൊത്തം ജനതയുടെ വലിയൊരു ഭാഗം ആളുകളും ഇങ്ങനായ സ്ഥിതിക്ക് വളരെ ചില്ലറ ശതമാനം വരുന്ന ജനങ്ങളുടെ തൊഴിൽ എന്നല്ലതിൽ കാണേണ്ടത്. സർക്കാർ ഇതിൽ തീരുമാനമെടുക്കണം. മറ്റുള്ളവരെ അധിവസിപ്പിക്കാൻ മേഖലകൾ ഉണ്ടാക്കണം. ഉണ്ടാവുമല്ലോ. നിർമ്മാണങ്ങൾ നടത്താൽ, കൃഷി നടന്നാൽ ഇനി എത്ര ആൾക്ക് ഇവിടെ തൊഴിൽ വരും? ഏറ്റവും ചുരുങ്ങിയത് ആ റോഡ് സൈഡ് ചെത്തി വൃത്തിയാക്കുന്ന ഈ പെണ്ണുങ്ങളെ മാത്രം നമ്മള് തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിൽ ഈ റോഡ് ചെത്താൻ വിടുന്ന ഈ പെണ്ണുങ്ങളെ മാത്രം കാർഷിക മേഖലയിലേക്ക് ഇറക്കിയാൽ പുതിയ പ്രൊഡക്ഷൻ എത്ര ആൾക്ക് തൊഴിലുണ്ടാവും നമ്മുടെ നാട്ടിൽ? അതോടനുബന്ധിച്ച് തൊഴിൽ എത്ര ആൾക്ക് വരും? ഒരാള് ഒരു കൃഷി നട്ടാൽ പ്രത്യക്ഷമായി 10 ആൾക്ക് തൊഴിലുണ്ടാകുമെന്ന് പുണ്യനബി. ഒരാള് ഒരു കൃഷി നട്ട്, ഒരു തൈ നട്ട് പിടിപ്പിച്ചാൽ പ്രത്യക്ഷമായി 10 ആൾക്കെങ്കിലും തൊഴിൽ വരുമെന്ന് പുണ്യനബി. ഇല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളിൽ, നമ്മുടെ കാർഷിക മേഖലയിൽ വ്യത്യാസം കൊണ്ടുവന്നാൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. പുനരധിവസിപ്പിക്കാന്ന് പറഞ്ഞാൽ മേപ്പെട്ട് നോക്കിയിരിക്കല്ല വേണ്ടത്. പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. സർക്കാരിന്റെ കയ്യിൽ പരിഹാരങ്ങളുണ്ട്. ലോട്ടറി നിരോധിച്ച രാജ്യത്ത് ഏറ്റവും വലിയ കൃഷിയുണ്ടല്ലോ തമിഴ്നാട്ടിൽ. ലോട്ടറി നിരോധിച്ചിട്ടുണ്ട്. എമ്പാട് കൃഷിയുണ്ട്. ഒരു പണിയെടുക്കില്ല, ആരും പണിയെടുക്കില്ല, പണിക്കാരും ഇല്ല. കേരളത്തിലെ ആളുകൾ അത്ര പണി ഞാൻ പറഞ്ഞു തരാം. കേരളം എന്താ? കേരളം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? കേരളം എന്ന് പറഞ്ഞ അർത്ഥം കേരളം, കേരത്തിന്റെ നാട് അല്ലേ? അവ തെങ്ങ് കൂടിയ നാട്, അവ തെങ്ങ് ഇഷ്ടം പോലുള്ള നാട് അല്ലെ? എന്നാ വാളയാർ പോയി നിൽക്കുക. ഒരു ദിവസം തഞ്ചാവൂർ തൂത്തുക്കുടിന്ന് ഒരു ദിവസം 5 ലോറി ചൂലാണ് കേരളത്തിലേക്ക് വരുന്നത്. ചൂല് തൊഴിലില്ല. എത്ര മന്ത്രിമാരും വകുപ്പ് മന്ത്രിമാരും പ്രതിപക്ഷ അംഗങ്ങളൊക്കെ പറയാ, ഞങ്ങൾ എവിടെ പോരാ? എടാ ചൂലുണ്ടാക്കിയ പോലെ കേരളത്തിൽ ഈ ചൂല് കയറ്റിട്ട് കേരളം സമ്പന്നാവില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടാവോ? ഏതായാലും നാളികേര മണ്ഡലമായി, ഞാൻ ചൂലേക്ക് ഉണ്ടാക്കിക്കൂടെ? 5 ലോഡ് ചൂല് ഒരു ദിവസം കേരളത്തിലേക്ക് വരും. 5 ലോഡ് ഈർക്കിളി ചൂല്. അതാണ് കേരളീയ മനുഷ്യൻ. ഇതാണ് ഇപ്പൊ കേരളീയ സമൂഹം. 5 ലോഡ് ഈർക്കിളി ചൂല് കേരളത്തിലേക്ക് ദിവസം വരുന്നുണ്ട്. ഈ വാർത്ത, ഈ കണക്കെന്നെ നെട്ടിപ്പിച്ചു. എന്താണ് നമ്മളെ നാട്? പറയാ ഒരു തൊഴിലുള്ള എന്താ തൊഴിൽ ചെയ്യാം? എടാ ഒരു എന്താ പറയാ, ഒരു ഉജാലയുടെ ഉള്ള വസ്ത്രം മിനുക്കിയിടും, ഷോപ്പിക്കും വെള്ള വസ്ത്രവും. നമ്മളെ ബഹുമാനപ്പെട്ട ഉജാലയില് ആ ഉജാലയുടെ ഒരു ടിന്ന് അങ്ങോട്ട് പൊട്ടിക്കുക. എന്നിട്ട് അതിലെന്ത് ചെയ്യാ? ഈർക്കിളി നിറക്കുക. പ്ലാസ്റ്റിക്കിന്റെ അതൊന്നും ബണ്ടൽ കൊണ്ട് കിട്ടക്കഴിഞ്ഞു. ഒരു ചൂലി എത്ര റുപ്യക്ക് വിൽക്കും? കേരളം അയ്യേ നാണക്കട് പുറത്ത് പറയരുത്. ഒരു ദിവസം കേരളത്തിലേക്ക് 5 ലോഡ് ചൂലാണ് വരുന്നത്. ഒരു ദിവസം കേരളത്തിലേക്ക് ഈർക്കിളി ചൂല്. ചിന്തിക്കണം. നിങ്ങൾ കൃത്യമായ ഈ വിഷയത്തിന്റെ കണക്കാണ്. അത് ഉദ്യോഗസ്ഥന്മാരിന്ന് പഠിച്ച കൃത്യമായ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. വാളയാർ ചുരം കടന്നിട്ട് തൂത്തുക്കുടി തഞ്ചാവൂരിൽ നിന്ന് ഒരു ദിവസം കേരളത്തിൽ വരുന്നത് 5 ലോഡ് ചൂലാണ്, ഈർക്കിലി ചൂല്. ഒരു ദിവസം ഡെയിലി പട്ടെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നങ്ങോട്ട് വീശി ആക്കി വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക്കിൽ വെച്ച് കിട്ടിയാൽ എന്തായി? ചൂലായില്ലേ? നിങ്ങൾ ചിന്തിക്കേ. എന്ത് പണിയില്ല. ഒരു പറയാ ഇവരെ എവിടെ പുനരധിവസിപ്പിക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഞാൻ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും വഴി പറഞ്ഞു കൊടുക്കുക, ചൂലുണ്ടാക്കുക. പിന്നെ കാർഷിക മേഖലയിലേക്ക് ഇപ്പോൾ ഈ റോഡ് സൈഡ് നിങ്ങൾ ഈ ചെത്തുന്ന പെണ്ണുങ്ങളെ നിർത്തിയിട്ട് ദയവായി ഇനി അവരെ വീട്ടിലിരുത്തിയിട്ട് ശമ്പളം കൊടുത്താലും ദയവായി റോഡ് സൈഡ് ചെത്താൻ വിടരുത്. റോഡ് സൈഡ് ചെത്തിയ റോഡ് പൊളിയും.
റോഡിന്റെ രണ്ട് സൈഡിലും പുല്ല് പിടിച്ചാൽ റോഡ് നിലനിൽക്കും. അത് നമ്മുടെ വിയർപ്പിൻ്റെതാണ്. റോഡ് സൈഡിൽ പുല്ല് ചെത്തിക്കളഞ്ഞാൽ റോഡ് നാശമാവും. ആ റോഡിന് മണ്ണൊലിപ്പുണ്ടാവും. മണ്ണൊലിപ്പുണ്ടായ റോഡ് തകരും. റോഡ് തകരാൻ വീണ്ടും 2 റോഡ് കണ്ടി വരും. പിന്നെയും പണം പോയി. പെണ്ണുങ്ങളൊക്കെ ഈ ഓരോ റോഡ് ഏരിയ ചെത്താൻ വേണ്ടിയിട്ട് തൊഴിലുറപ്പ് പദ്ധതി കാരണമായി പെണ്ണുങ്ങൾക്ക് 15-25 പെണ്ണുങ്ങളെ തെരഞ്ഞെടുക്കണമെങ്കിൽ വീട്ടിലിരുത്തിയിട്ട് തൊഴിലുറപ്പ് പദ്ധതി ഇത്ര ദിവസം പങ്കെടുത്തതിന്റെ പേരിൽ പെൻഷൻ ആക്കി കൊടുത്തോളൂ. എന്നാലും രാജ്യത്തിന് അർത്ഥം വരില്ല. ഈ പെണ്ണുങ്ങളെ കാർഷിക മേഖലയിലേക്ക് ഇറക്കി വിടുക, തിരിച്ചുവിടുക. പെണ്ണുങ്ങളാണെങ്കിൽ ആണുങ്ങളാണെങ്കിലും. എന്നിട്ട് നമ്മൾ നല്ല വഴുതങ്ങ ഉണ്ടാക്കുക. വീട്ടി വഴുതനങ്ങൾക്ക് പകരം ഒറിജിനൽ വഴുതനങ്ങ. ഇന്ന് നമ്മൾ തിന്നുന്നതിൽ നല്ല ശതമാനം വീട്ടി വഴുതനങ്ങയാണ്. ഈ വഴുതനങ്ങയൊക്കെ നല്ല വീട്ടി വഴുതന ഉണ്ടായ ക്യാൻസർ ഉണ്ടാവും. വീട്ടി വഴുതനങ്ങ ക്യാൻസറിന്റെ ഗോഡൌൺ ആണ്. മാർക്കറ്റിൽ നിങ്ങൾ വാങ്ങണൊക്കെ വീട്ടി വഴുതനങ്ങയാണ്. വീട്ടി വഴുതനങ്ങ കഴിച്ച ക്യാൻസർ ഉണ്ടാവും. നമ്മളെ ഈ പെണ്ണുങ്ങളെ നമ്മൾ റോഡ് സൈഡിൽ വീട്ടു വളപ്പിന്റെ സൈഡിലും മുഴുവനും എന്ത് ചെയ്യുക? ഏത് ഹാജർക്കാണെങ്കിലും ഹാജരെടുക്കട്ടെ, എന്നാലും നാട്ടിലൊന്നും ഉണ്ടാവില്ലേ? വെള്ളരി നല്ല തെങ്ങ് തോപ്പിന് മറ്റൊക്കെ വെള്ളരി ഉണ്ടാക്കുക. ലോഡ് കണക്കിനുണ്ടാവും. അങ്ങോട്ട് കയറ്റിവിടാം. തൊഴിലിനും എത്ര സാധ്യത അവിടെ ഉള്ളത്. എമ്പാടും സാധ്യതകളുണ്ട്. ഈ വെറുതെ കണക്കിണക്കുന്ന പണം നമ്മൾ തടയണകെട്ടുക. ജലസേചന സൗകര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വെള്ളം മഴ പെയ്യുന്ന സംസ്ഥാനത്ത് തീരെ വെള്ളമില്ല. വേനലായ 3 മാസം വെള്ളമില്ല. കേരളത്തിന്റെ ഒരു ഭൂമിശാസ്ത്ര കിടപ്പാണ്. ഭൂമിയുടെ കിടപ്പ് അങ്ങനെയാണ്. പക്ഷെ തടയണ പരിഹരിക്കാൻ കഴിയും. അതൊക്കെ ചെയ്യാം. നിർമ്മാണ രംഗത്തേക്ക് കൊണ്ടുവരിക. പിന്നെ നിർമ്മാണത്തിന് വേണ്ടി സർക്കാർ സൗകര്യം ചെയ്തു കൊടുക്കുക. എല്ലാം കേരളത്തിൽ ഫാക്ടറികൾ ഉണ്ടാവില്ല. കേരളം എന്ന് പറഞ്ഞാൽ ഈ സ്വപ്നവും കുറച്ച് ബന്ധുമായ നമ്മളെ കേരളമായി. സ്വപ്ന ജീവികളും കുറച്ച് ബന്ധു. 7-ാം തീയതി ദേശീയ ബന്ധ. ചിലപ്പോ ദേശീയമുള്ള ബന്ധ്, ചിലപ്പോ ദേശീയമില്ലാത്ത ബന്ധ്. ഏതായാലും ബന്ധാണ്. എന്താ ബന്ധ? എന്തിനാ ബന്ധ്? ബന്ധ എന്ന് പറഞ്ഞാൽ നമ്മളെ കോഴി നടക്കാനുള്ള സൗകര്യമാണ്, അല്ലാതെ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ബന്ധുകൾ നടക്കും. എന്താണ് ഒന്ന് കേരളം എന്ന് പറഞ്ഞാൽ കുറെ ബന്ധ്. പിന്നെ കോളർ മാറ്റി പണിയെടുക്കൂല, തുണി അയച്ചിട്ട് പണിയെടുക്കൂല, പണിയെടുക്കാൻ തയ്യാറല്ല. ഇഷ്ടം പോലെ പണിയെടുക്കാൻ തയ്യാറില്ല. ഇവിടെ കടപ്പുറത്ത് കടലിലല്ലേ ഒരു കാലത്ത് നമ്മളെ ഏറ്റവും വലിയ ജീവിതം കടലിൽ നല്ലായിരുന്നു. എത്ര മാപ്പിളാരുണ്ട് കടലിൽ പോകുന്നവർ. ആരാ കടലിൽ പോകുന്നത്? വഞ്ചുണ്ടെങ്കിൽ കടലിൽ പോരണമെങ്കിൽ തൂത്തുക്കുടി നാള് വരണം. തൂത്തുക്കുടി വേപ്പൂര് പോയി നോക്ക്, കൊടുങ്ങല്ലൂർ പോയി നോക്ക്. ഒരു ബോട്ടോ എന്താ പറയാ ഒരു വഞ്ചി ഒരാൾക്കുണ്ടെങ്കിൽ ആളെ തിരുനെൽവേലിയിൽ നിന്ന് കൊണ്ടുവരണം. തിരുനെൽവേലിയിൽ നിന്ന് പിന്നെ പാവമണിയും സെന്തിലും ശിവവും ഒക്കെ വരണം. എന്നാലേ നമ്മുടെ കടൽ സമ്പത്ത് നമുക്ക് കിട്ടുള്ളൂ. പണിയെടുക്കില്ല, നമ്മള് പണിയെടുക്കുകയില്ല. നമ്മളിങ്ങനെ സ്വപ്നത്തിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കും. നമ്മളിങ്ങനെ ഒരു പാൻറ്റൊക്കെ ഇട്ട് അതിന്റെ മേലും ഇങ്ങനെ എങ്ങനെയാണ് കീശയിലിടാം. കീശയിൽ ഇംഗ്ലീഷുകാരൻ പാൻറ്റിന്റെ പോക്കറ്റിൽ കീശയിലിടാൻ കാരണം ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ നിന്ന് തണുപ്പാണ്. നീ എന്തിനാടാ വിഡ്ഢി പാൻറ്റിന്റെ പോക്കറ്റിൽ കൈയിടുന്നത്? അയ്യയ്യേ, ചില മഹാന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വഷളന്മാർ ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ പാൻസിന്റെ പോക്കറ്റിൽ കൈയിടുന്നവരാണ് എന്നാണ് ഞാൻ പറയാ. ചില ആൾ എന്തിനാടാ വിഡ്ഢി നീ പാൻസിന്റെ പോക്കറ്റിൽ കൈയിട്ടത്? എടാ, ഇംഗ്ലണ്ടിൽ പാൻസിന്റെ പോക്കറ്റിൽ കൈയിട്ടും അതിൽ ചിലപ്പോ 0 പോയിന്റിലായിരിക്കും തണുപ്പ്. അവിടെ അത് സ്വാഭാവികമാണ്, അത്രയും തണുപ്പ് രാജ്യം. നീ എന്താടോ ഏസില്ലാതെ ജീവിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഉഷ്ണം വർദ്ധിക്കണ ഈ നാട്ടിൽ എന്തിനാടോ പൊട്ട നീ പാൻസിന്റെ പോക്കറ്റിൽ കൈയിട്ടത്? ഇത് തന്നെ പാൻസിന്റെ പോക്കറ്റിൽ കൈയിടുക, സ്വപ്നത്തിൽ ഇങ്ങനെ നടക്കുക. ഒരു കാലത്ത് ഹിപ്പി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഹിപ്പി ഇല്ലെങ്കിലും അപ്പുറത്താണ്. നമ്മൾ ഒരു തരം വിഡ്ഢികളായി ഇങ്ങനെ നടക്കും. പിന്നെയോ ഇടക്കിടക്ക് കോപ്പ അമേരിക്ക പോലത്തെ കുറച്ച് കളികൾ വരും. ആ കളിയുടെ പിന്നാലെ പായുക. അങ്ങനെ നമ്മൾ മറഡോണയുടെ ഈ മെസ്സിയുടെയും ഒക്കെ വലിയ വലിയ ചിത്രങ്ങൾ വെക്കുക. മെസ്സി മറഡോണയോ ലോകത്തെ ഏറ്റവും വലിയ മാഫിയയുടെ കേന്ദ്രങ്ങളാണ്. അവർ തോറ്റു കൊടുക്കുന്നത് അവർ ജയിക്കാൻ വേണ്ടിയാണ്. തോറ്റാലായിരിക്കും അവർക്ക് ജയിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടാന്ന് പുറത്തു പറയാം. അങ്ങനെയായിരിക്കും കരുത്തുള്ള, അങ്ങനെയായിരിക്കും അവർ തോറ്റു കൊടുക്കും. ചിലപ്പോൾ എന്തുകൊണ്ട് ജയിച്ചാൽ കിട്ടുന്നതിനേക്കാൾ വലിയ പൈസ ചില മാഫിയകൾക്ക് വേണ്ടി അവർ തോറ്റു കൊടുക്കും. അങ്ങനെ ഉണ്ടാവും. നീ ഇവിടെ എന്ത് ചെയ്യും? നീ ഇവിടെ 1000 മെസ്സിക്ക് അരക്കക്ക എന്ന് എഴുതി വെക്കും. അങ്ങനെയാണ്. അവരോ അർജന്റീന തോറ്റതിന്റെ നേരെ പിറ്റേ ദിവസം പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു, മെസ്സി തന്റെ കാമുകയും കൂട്ടി ഒരു വിനോദ കേന്ദ്രത്തിലേക്ക് പോകുന്നത്. ഭാര്യയല്ല, വ്യഭിചരിക്കാൻ പോവുക. അവൻ തോറ്റാൽ വ്യഭിചരിക്കും, ജയിച്ചാൽ വ്യഭിചരിക്കും. നിനക്കോ
ആരായതിന്റെ പിന്നിൽ ഏകദേശമൊക്കെ മാപ്പിളമാർ. ഏറ്റവും കൂടുതൽ സ്വപ്നത്തിൽപ്പെട്ടവർ മാപ്പിളമാരാണ്. മാപ്പിളമാരെ നശിപ്പിച്ചത് ഗൾഫാണ്. ഗൾഫിൽ നിന്ന് മാപ്പിളമാർ മടങ്ങാതെ മാപ്പിളമാർ നന്നാവുകയില്ല എന്നും ഈ സമ്മേളനം പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല, നിങ്ങൾ എന്ത് വിചാരിച്ചാലും വേണ്ട, ഞാൻ ഗൾഫിനെതിരാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഞാൻ ഗൾഫിനെതിരാണ്. ഗൾഫ് ഇല്ലാതാക്കിയാലും മാപ്പിള നന്നാവില്ല. ഗൾഫ് ഇല്ലാതാക്കാതെ മാപ്പിള നന്നാവില്ല. ലോകത്തെ എക്കാലത്തെയും ഏറ്റവും വലിയ വരുമാന മാർഗം പശുവായതുകൊണ്ടാണ് ഖുർആനിലെ 2-ാമത്തെ അധ്യായത്തിന്റെ പേര് അൽ ബഖറ എന്നായത്. വരുമാനം. അതുകൊണ്ടാണ് പശുവിനെ അറക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇസ്രായേലികൾ തിരിഞ്ഞളിച്ച്. കാരണം അവരുടെ പ്രധാന വരുമാന മാർഗം പശുവാണ്. പ്രവാചകനെതിരെ കാത്തുണിറക്കിയപ്പോൾ ഡെൻമാർക്ക് മാപ്പ് പറഞ്ഞു. എന്തുകൊണ്ട്? അവരുടെ പ്രധാനപ്പെട്ട ഉൽപ്പന്നം പാലാണ്, പാൽപ്പൊടിയാണ്. അത് മിഡിൽ ഈസ്റ്റിൽ വിൽക്കണമെങ്കിൽ മാപ്പ് പറയാൻ നിർവാഹമില്ല. മനസ്സിലായി നിങ്ങൾക്ക് പറഞ്ഞത്? പശുവിനെ വളർത്തുക, ഒരു പണിയുമില്ല. കുറച്ച് പിണ്ണാക്ക്, കുറച്ച് എള്ളും പിണ്ണാക്ക്, കുറച്ച് തേങ്ങാ പിണ്ണാക്ക്, ഇതിങ്ങനെ കൊടുക്കുക. ഇടക്കിടക്ക് അതിനൊന്ന് തേച്ച് കഴുകി വൃത്തിയാക്കുക. അല്ലാതെ പുറത്തൊന്നും ഇറക്കണ്ട. ഇന്നത്തെ പശു തന്നെ ഒരുതരം ഇംഗ്ലീഷ് പശുവാണ്. പ്രശ്നമില്ല. ഭാര്യയും ഭർത്താക്കും ഇങ്ങനെ കമന്റ് അടിച്ചിട്ട് അടുക്കള ഭാഗത്തിന് നിൽക്കും ചെയ്യാം. കാരണം അങ്ങനെ പുറത്തൊന്നും പോകണ്ട. ഭാര്യയെ കണ്ടുകൊണ്ട് നിൽക്കുക. ഭാര്യയെ കണ്ടിട്ടില്ലെങ്കിൽ ബേജാറാവുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു ബേജാറും വേണ്ട. എപ്പോഴും അടുക്കള ഭാഗത്ത്, അവളുള്ള ഭാഗത്ത് തന്നെ തൊഴുത്തും വെച്ച് അവിടെ അങ്ങനെ അവളടുത്ത് കൂടാ. അങ്ങനെയൊക്കെ ചെയ്യാം. തൊഴിലുണ്ടാവും. ക്ഷീരകൃഷി. എന്നിട്ട് എന്ത് ചെയ്യുക? നല്ല പാലുണ്ടാക്കുക. പാല് ബാക്കിയായാൽ നമ്മുടെ നാട്ടിൽ പാല് ബാക്കി ഇഷ്ടംപോലെ സൗകര്യങ്ങളില്ലേ? കേരളത്തിൽ സാഹചര്യങ്ങളില്ലേ? ഇഷ്ടം പോലെ പുല്ലുണ്ടാക്കി വിൽക്കുക. അപ്പോൾ പിന്നെ പുതിയതുണ്ടാവും. കാര്യമായി കൃഷി നടക്കില്ലെങ്കിൽ പുല്ലുണ്ടാവുമല്ലോ. പുല്ല് വിറ്റാലും പൈസ ഉണ്ടാവുമല്ലോ. കൂടുതൽ പശുവിനെ നമ്മൾ വാങ്ങിയാൽ കൂടുതൽ പുല്ലുണ്ടാക്കേണ്ടി വരുമല്ലോ. അപ്പോൾ പുല്ല് കൃഷി നടക്കുമല്ലോ. എന്ന് നടക്കാത്തത്? കടുകിന്റെ കൃഷി ഇവിടെ നടക്കൂലെങ്കിലും പുല്ലിന്റെ കൃഷി നടക്കൂലേ? തൊട്ടവാടി കൊടുത്താലും മതിയല്ലോ. തൊട്ടവാടി കൃഷി നടത്തിയാലും മതിയല്ലോ. ഞാൻ പറഞ്ഞു കൊടുക്കാം മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രിക്കും ഇവരെ പുനരധിവസിപ്പിക്കാൻ എന്താ ചെയ്യണം അത് ഞാൻ പറഞ്ഞു. നിർമ്മാണം. അല്ലാതെ ഈ കടലാസ് ഇങ്ങനെ വെച്ചിട്ട് നാളെയാണ് എന്ന് പറയല്ല വേണ്ടത്. നമുക്ക് നിർമ്മാണങ്ങളിലേക്ക് അവരെ ഇറക്കി വിടുക. എന്നിട്ട് ഇവിടെ ക്രിയാത്മകമായ ഒരു സൊസൈറ്റിയെ വളർത്തിക്കൊണ്ടുവരിക. നല്ല നല്ല സമ്പത്ത്, നല്ല ആരോഗ്യം, നല്ല നിർമ്മാണം, ഇഷ്ടം പോലെ പാല്, ഇഷ്ടം പോലെ ചൂല്, എല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. നല്ല വഴുതനങ്ങ, നല്ല കൈപ്പങ്ങ, ഇതൊക്കെ നല്ല സാധനങ്ങളല്ലേ. നല്ല വെണ്ട, നല്ല ചീര, ഇതൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഒരു തരം വിഡ്ഢിത്തത്തിൽ ഭരണാധികാരികൾ പോലും ഇന്ന് പെട്ടുപോയി. ഏറ്റവും വലിയ വിഡ്ഢിത്തത്തിന്റെ സ്വപ്നം പേടുന്നവർ. ഇത് സർക്കാരിനെ അറിയുന്ന കാര്യമാണ്. സർക്കാർ ഇവിടെ പലരും നിരോധിച്ചിട്ടുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ചാരായത്തിനായിരുന്നു. നിരോധിച്ചില്ലേ? എന്നിട്ടോ ആരാ ആത്മഹത്യ ചെയ്തത്? ആത്മഹത്യ ചെയ്യുമെന്നിങ്ങനെ പറയുന്നേ ഉള്ളൂ. കാര്യത്തോടെ ആത്മഹത്യ ചെയ്യൂല. അത് MGR മരിച്ചാലും കുറച്ചാളുകൾ ആത്മഹത്യ ചെയ്യും. അതങ്ങനെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇനി ജയലളിത മരിച്ചാലും കുറച്ചാളുകൾ. ജയലളിത കാലിന് മുള്ളു തറച്ചപ്പോൾ 18,000 തമിഴന്മാർ ഒരേ സമയത്ത് മുള്ളുകൊണ്ട് കാലിൽ കുത്തിയെന്ന ചരിത്രം നിങ്ങൾ ഇവിടെ ഉണ്ടോ? തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിന് ഇറങ്ങിയപ്പോൾ ജയലളിതയുടെ കാലിൽ മുള്ളു തറച്ചു എന്നതുകൊണ്ട് അന്നത്തെ ദിവസം 18,000-ഓളം തമിഴന്മാർ മുള്ളെടുത്ത് സ്വന്തം കാലിൽ തറച്ചു എന്നാ. അപ്പോൾ മരിച്ചാൽ എന്താവും? അപ്പൊ അത് ലോട്ടറി നിരാധിച്ചാൽ മാത്രമല്ല, ജയലളിത മരിച്ചാലും ആത്മഹത്യ നടക്കും. അതുകൊണ്ട് ഇനി ജയലളിത മരിക്കാതെയാവണം എന്ന് പറഞ്ഞ കാര്യമല്ല. മരിക്കാത്ത ഒരാളുണ്ടാവില്ല. ആത്മഹത്യ ഇവിടെ നടക്കാൻ. ആത്മഹത്യ കുറച്ചാളുകൾ ആത്മഹത്യ ചെയ്യും, കുറച്ചാളുകളെ തൊഴിലില്ലാതായാൽ ആത്മഹത്യ. പുനരധിവസിപ്പിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കണം. വഴി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ. കാർഷിക മേലെ നിർമ്മാണങ്ങൾ ഉണ്ടാക്കുക, നല്ല കൃഷി. സർക്കാരിന്റെ കയ്യിലുള്ള പണം കൊണ്ട് ഈ നോട്ടിരട്ടിപ്പ് സംഘത്തിന്റെ പിന്നാലെ നടക്കുകയല്ല. ഉള്ള സ്ഥലങ്ങളിൽ കൂടുതൽ തടയണ കെട്ടുക. 2-3 മാസം കൊണ്ട്, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിൽ കേരളത്തിൽ വരുന്ന മഴവെള്ളത്തെ സംഭരിക്കുക. അല്ലെങ്കിൽ 2ാം മൺസൂണിൽ, അതായത് ഇനിയുള്ള 1ാം മൺസൂൺ ഇപ്പോൾ കഴിയാണ്, 2ാം മൺസൂണ് കന്നി, തുലാം, വൃശ്ചികം, ഈ 3 മാസം 2ാം മൺസൂണിന് ഒരു പ്രത്യേകതയുണ്ട്. 2ാം മൺസൂൺ കാലത്ത് വല്ലാതെ കുത്തൊഴുക്ക് വരില്ല. അതുകൊണ്ട് തടയണ കെട്ടിയാൽ വെള്ളത്തെ നിലനിർത്താൻ കഴിയും. 1ാം മൺസൂണിൽ കുത്തൊഴുക്ക് കൂടും, 2ാം മൺസൂണിൽ കുത്തൊഴുക്ക് ഉണ്ടാവില്ല. കന്നി, തുലാം, വൃശ്ചികം, ഇതാണ് 2ാം മൺസൂൺ കാലം.
ആ രണ്ടാം മൺസൂൺ കാലത്ത് നമ്മളെ തോടുകളിൽ വരെ സർക്കാരിന്റെ കയ്യിലുള്ള പണമുണ്ടോ അല്ലെങ്കിൽ വേൾഡ് ബാങ്കിൽ നിന്ന് എടുത്താലോ നമുക്കത് തടയണ ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് ആ പണമൊക്കെ കൃഷിക്ക് ഉപയോഗപ്പെടുത്തിയാൽ പെട്ടെന്ന് തിരിച്ചെടുക്കാൻ കഴിയും. ഇത് നമ്മൾ ആവശ്യമില്ലാതെ റോഡ് സൈഡിൽ ചെത്താൻ വേണ്ടി രാജ്യം മുഴുവൻ കടത്തിലാണ് താൻ. ഇതെന്തായി കാണിക്കുന്നത്? വെള്ളത്തെ നിലനിർത്തുക വലിയ കാര്യമല്ലേ? നല്ല മനോഹരമായ കേരളത്തിൽ ഒരു പെണ്ണിന് പൂച്ചൂടണമെങ്കിൽ കേരളത്തിലില്ല. എത്ര പൂ കൃഷി നടക്കുന്ന നാടാണ്? ഒരു പൂവില്ല. നല്ല കൃഷിയാണത്. ഒരു പെണ്ണിന് പൂച്ചൂടണമെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വരണം. എത്രയാ നിങ്ങൾ ചിന്തിക്ക്. പൂച്ചൂടണമെങ്കിൽ എത്രയാ ബാംഗ്ലൂരിലെ നേരം വെളുത്താൽ ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ആ സെൻട്രൽ സ്ട്രീറ്റിലൊക്കെ നമ്മൾ വരുമ്പോൾ കാലെടുത്ത് കുത്താൻ കഴിയൂല, അത്രയും തിരക്കാണ്. അതിരാവിലെ 5, 6, 7 മണിയുടെ ഉള്ളിൽ ഭയങ്കര തിരക്കാ. പൂവിൽ വിൽക്കുന്ന തിരക്ക്. എവിടേക്കാ കാര്യമായ പൂ ഇങ്ങോട്ടാ കൊണ്ടുവരുന്നത്? ഇവിടെ ഒന്നുമില്ല. ഉറപ്പുണ്ടാക്കാനും സൺഫ്ലവറിന്റെ മനോഹരമായ പാടങ്ങൾ കണ്ടിട്ട് കണ്ണഞ്ചി പോവും. സൺഫ്ലവർ ആണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ. അതൊന്നും നമ്മളെ നാട്ടിലില്ല. അതിനൊക്കെ സാഹചര്യങ്ങളുണ്ട്, ചെയ്യൂല. സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയുമില്ല. സർക്കാർ പിഞ്ഞ പറയാണ്. കാരണം സർക്കാർ 2 കോടി കൊടുത്ത് 25 കോടി തിരിച്ചു വാങ്ങിയോന്നും നമ്മൾ ഭയപ്പെടുന്നു തന്നെയാണ്. അല്ലെങ്കിൽ ഒന്നുമല്ലാത്ത ഒരു ലോക്കലല്ലേ ഈ മാർട്ടിൻ, സാന്റിയാഗോ മാർട്ടിന്റെ കൈവിലങ്ങ് വെച്ചാൽ എന്താണ്? കൈവിലങ്ങ് വെക്കാനല്ലേ ഇവിടെ സർക്കാരിന് സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉള്ളത്. കേരളത്തിലെ ഒരു പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്തെ ജനങ്ങളെപ്പോലും ഇങ്ങനെയുള്ള സ്വപ്നത്തിന്റെ പിന്നാലെ നടത്തി എന്നത് ഇന്നത്തെ സർക്കാരിന്റെ പരാജയമാണ്. ഇനി വരുന്ന സർക്കാരും ആ രൂപത്തിലാണെങ്കിൽ അത് പരാജയങ്ങളുടെ ആവർത്തനം മാത്രമായിരിക്കും. ജനങ്ങൾക്ക് കേൾക്കേണ്ടത് UDF LDF തല്ലല്ല. ഞങ്ങൾക്ക് കേട്ടത് ഞങ്ങൾക്ക് ജനക്ഷേമകരമായ കാര്യങ്ങൾ കിട്ടണം. ജനത്തിന് അതാണ് വേണ്ടത്. ജനപക്ഷത്ത് നിൽക്കണം. UDF-നോ LDF-നോ വേണ്ടി വാദിക്കുകയല്ല. LDF ആണ് ഇപ്പോൾ ഭരിക്കുന്നത് എന്നുകൊണ്ട് വളരെ നെറികെട്ട ന്യായങ്ങളാണ് ഇപ്പോൾ സർക്കാർ മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രിയുടെ കയ്യിൽ അധികാരമില്ലേ? എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഒരു രാജ്യം ഇങ്ങനെ 40 കോടി ഉറുപ്പിക, അതുപോലെ ലൈസൻസും ഇല്ല. അതിവിടെ ശിവകാശിന് പാലക്കാട്ട് അടിച്ചിട്ട് നാട്ടിലാക്കി വിതരണം ചെയ്യും. ആര്? ഒരു ഒന്നുമല്ലാത്തൊരു സാന്റിയാഗോ മാർട്ടിൻ. എന്നിട്ടോ അതിന് ഒരു നിയമമില്ല, ഒന്നുമില്ല. 40 കോടി രൂപ ദിവസം ഈ കൊച്ചു സംസ്ഥാനത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോകുന്ന കൃത്യമായ കണക്ക് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് അതിനെതിരെ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിക്ക് ഇവിടെ കഴിയുന്നില്ലെങ്കിൽ ഇവിടെ ഭരണമില്ല എന്നല്ലേ അർത്ഥം. അതുകൊണ്ട് ജനങ്ങളോട്, സമൂഹത്തോട് സർക്കാരിനുള്ള ബാധ്യത നിർവഹിക്കണം എന്നും ഈ സന്ദർഭത്തിൽ വളരെ വിനയത്തിലും താഴ്മയിലും ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ നീട്ടി പറയുന്നില്ല, ചിന്തിക്കണം. ഇത് വളരെ വിലപ്പെട്ട കാര്യമായി സർക്കാർ മനസ്സിലാക്കണം. കൃഷിയെ വളർത്തുക, നിർമ്മാണ പ്രവർത്തനങ്ങൾ, നല്ല ആരോഗ്യകരമായ കച്ചവടങ്ങൾ, എന്തെങ്കിലും ഒരു കമ്പനി തുടങ്ങുന്ന ആളുകളുടെ മേൽ സീൽ വെച്ചിട്ട് തകർത്ത് കളയരുത്. അതൊക്കെ വളരെ ആപത്താണ്. എവിടെയും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആധിപത്യ രാജ്യങ്ങളിൽ വരെ നിർമ്മാണങ്ങൾ ശക്തമായി നടക്കുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ നിർമ്മാണം നടക്കുന്ന ഒരു സംസ്ഥാനം ബംഗാളല്ലേ? അവിടെ ഇഷ്ടം പോലെ ഫാക്ടറി ഉണ്ടല്ലോ. എന്തൊക്കെ സഹായ സഹകരണങ്ങൾ ചെയ്യുന്നു. ഇവിടെ ഒരു കമ്പനി നടപ്പില്ല. ഒന്ന് KCB ആ കമ്പനിയെ കൊല്ലും. അതുകൊണ്ട് കമ്പനി നടക്കില്ല. KCB കൊല്ലും. ഇവിടെ ആകട്ടെ ഒരു കമ്പനി ഉണ്ടാവുകയുമില്ല, ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഒരു കമ്പനി തുടങ്ങിയാൽ പിറ്റേന്ന് പൂട്ടി സമരമായി. അതുകൊണ്ട് ഈ അവസ്ഥയൊക്കെ അവസാനിക്കുക. രാജ്യത്തിന്റെ പുരോഗതി, സമൂഹത്തിന്റെ പുരോഗതി ആലോചിക്കുക. ലോകത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യം ചൈനയല്ലേ? ലോകത്തെ ഏറ്റവും വലിയ കാർഷിക രാജ്യം ചൈനയാണ്. ലോകത്തെ ഏറ്റവും വലിയ വ്യാവസായിക രാജ്യം ഇന്ന് ചൈനയാണ്. ലോകത്ത് പുറം നാട്ടിലെ പണം ഏറ്റവും കൂടുതൽ നേടുന്ന രാജ്യം ഇന്ന് ചൈനയാണ്. അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കുകയും ഏറ്റവും ചുരുങ്ങിയത്, എനിക്ക് തോന്നുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഈ സ്വപ്നത്തിൽ ഞങ്ങളെപ്പോലത്തെ ആളുകളെ വിട്ടുജീവി പോകുന്നതിന് പകരം മുഖ്യമന്ത്രി ഒന്ന് ചൈന സന്ദർശിച്ചാൽ മതിയാകും എന്നാണ് എന്റെ വിനീതമായ അപേക്ഷ. ഒന്നും വിചാരിക്കരുത്. മുഖ്യമന്ത്രിയുടെ ആശയ സമൃദ്ധമായ രാജ്യമാണല്ലോ ചൈന. ചൈനയ്ക്ക് ഈ അടുത്ത കാലത്ത് വന്നുള്ള പുരോഗതി എത്രയാണ്? ഇഷ്ടം പോലെ ജനങ്ങൾ ഒരു രാജ്യത്ത് മുതലെടുക്കാൻ കമ്പനികൾ തയ്യാറാകും. ഇഷ്ടം പോലെ സൗകര്യങ്ങൾ. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കയൊക്കെ പരാജയപ്പെടും. അടുത്ത വളർച്ച ഇനി ചൈനയുടേതാണ്. ചൈനയെ ഭയപ്പെടാത്ത രാജ്യം ഇനി ലോകത്തുണ്ടാവില്ല. അത്രയും വലിയ വളർച്ചയാണ് ചൈനയ്ക്ക് വരാൻ പോകുന്നത്. എന്തുകൊണ്ട്? കമ്മ്യൂണിസ്റ്റ് വരട്ട് തത്വവാദം ഉപേക്ഷിച്ചു. എന്നിട്ട് ജനപക്ഷത്ത് നിൽക്കാൻ ചൈന തയ്യാറായി. കമ്മ്യൂണിസം ഒരു തരം വരട്ട് തത്വവാദമാണ്. അതും തിന്നൂല്ല, തിരികൂല്ല.
ആ കമ്മ്യൂണിസ്റ്റ് വരട്ട് തത്വവാദത്തെ ഉപേക്ഷിക്കുക. ഞാൻ നിങ്ങളെ ലോക്കലാട്ടിയല്ല പറയുന്നത്. ആ ആശയപരമായ വരട്ടു തത്വവാദങ്ങളിൽ നിന്ന് കമ്മ്യൂണിസം പുറകോട്ട് പോവുക, എന്നിട്ട് അതിന് പിൻവലി നിർമ്മാണാത്മകമായ കാര്യങ്ങളിൽ സഹകരിക്കുക. അവിടെ ജനപക്ഷത്തിൽ നിൽക്കുക, നിർമ്മാണങ്ങൾ നടക്കട്ടെ. അങ്ങനെയാ പോളണ്ടിലെ ഒരു സമരം നടക്കുന്ന ഒരു ഷൂ ഫാക്ടറിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സന്ദർശിച്ചു. സമരം നടക്കുകയാ, നിർമ്മാണമില്ല, സമരം നടക്കുകയാ, പക്ഷെ നിർമ്മാണമുണ്ട്. അത്ഭുതപ്പെട്ടു പോയി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോളണ്ടിലെ ഒരു ഷൂ നിർമ്മാണ ഫാക്ടറിയിൽ സന്ദർശിച്ചപ്പോൾ അത് അത്ഭുതപ്പെട്ടു പോയി നമ്മുടെ പ്രധാനമന്ത്രി അക്കാലത്ത്. എന്ത് സമരം എന്ന് പറഞ്ഞിട്ട് ഗേറ്റിന്റെ മുന്നിൽ തൊഴിലാളികൾ കുത്തിയിരിക്കുകയല്ല. തൊഴിലാളികൾ എന്തേ ചെയ്യുന്നു? തൊഴിലാളികൾ സമരം നടക്കുന്ന പീരീഡിൽ വലത്തേക്കാലിന്റെ ഷൂ മാത്രമേ നിർമ്മിക്കുകയുള്ളൂ. അങ്ങനെയാ സമരം തീർന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ഇടത്തേക്കാലിന്റെ ഷൂ കൂടി നിർമ്മിച്ചു കൊടുക്കും. അപ്പോ മനസ്സിലാവേണ്ട നിങ്ങൾക്ക് പറഞ്ഞത് ഭയങ്കര പോയിന്റ് അല്ലേ? അപ്പോഴോ സമരത്തിന്റെ ഘട്ടത്തിൽ എന്തുണ്ട്? നിർമ്മാണമുണ്ട്. എന്നാൽ മുതലാളിക്ക് വിറ്റ് കാശാക്കാനോട്ട് കഴിയില്ല. കാശില്ലാത്തതുകൊണ്ട് സ്വാഭാവികമായും മുതലാളി തൊഴിലാളിയോട് സഹകരിക്കാൻ കഴിയും. നിങ്ങൾ ഇവിടെ ഉണ്ടാ? നമ്മളൊരു കമ്പനി കേരളത്തിൽ തുടങ്ങിയാൽ അന്ന് പിറ്റേന്ന് പൂട്ടും. പിറ്റേന്ന് ചുവന്ന കൊടി കുത്തി പൂട്ടി. അങ്ങനെയാ. എന്തിനാ തുടങ്ങിയെന്ന് വെച്ചാൽ, എന്തിനാ പരിപാടി കമ്പനി തുടങ്ങിയെന്ന് വെച്ചാൽ, എന്തിനാ പിന്നെ സമരം എന്ന് വെച്ചാൽ എന്തിനാ തുടങ്ങിയത് എന്നാണ് അതിന് മറുപടി. അങ്ങനെയാണ് പുതിയറയിലെ സുലൈമാൻ മുസ്ലിം സ്വന്തം വീടിന് തീ കൊടുത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലീസുകാർ വന്ന് ചോദിച്ചു, അത്ര എന്തിനാ മുസ്ലിയാരെ പൊരക്ക് തീ കൊടുത്തത്? അപ്പൊ മുസ്ലിയാർ പറഞ്ഞു, എന്തിനാ പൊര ഉണ്ടാക്കിയെന്ന് ചോദിക്ക്. അപ്പോൾ ചോദിച്ചു പോലീസുകാരൻ, എന്തിനാ മുസ്ലിയാരെ പൊര ഉണ്ടാക്കിയത്? അപ്പോൾ മുസ്ലിയാർ മറുപടി പറഞ്ഞു, തീ കൊടുക്കാൻ തന്നെയാണ്. അപ്പൊ നമ്മളെ നാട്ടിൽ എന്തിനാ കമ്പനി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ സമരം ചെയ്യാൻ തന്നെയാണ്. ഒരു നിർമ്മാണമില്ല, ഒരു കമ്പനിയില്ല. ഒരു പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ് കിട്ടണമെങ്കിൽ കോയമ്പത്തൂരിനുണ്ടാകും, ഇവിടെ ഇല്ല. ഇവിടെ ആകട്ടെ വലിയ തൊഴിലാളികൾ ഭരിക്കുന്ന നാടുമാണ്. എല്ലാവരും തൊഴിലാളി പക്ഷത്താ. കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി പക്ഷത്താണ് നിൽക്കുന്നത്. പക്ഷെ ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ നിർമ്മാണമല്ല, ഇവിടെ കൃഷിയില്ല. ഇവിടെ എന്താണ്ട് ഇവിടെ ഇങ്ങനെ സ്വപ്നം പേറി ഫാൻസിന്റെ പോക്കറ്റിൽ കൈയിട്ട് കുറച്ച് വിഡ്ഢികൾ നടക്കുന്നുണ്ട്. അതാണ് കേരളം. എന്നിട്ട് ഇങ്ങനെ വായി നോക്കി എല്ലാ ബസ് സ്റ്റോപ്പിലും കുറെ വായി നോക്കികൾ ഇരിക്കും. അവർക്കൊരു പുതിയ പേരുണ്ട്, പൂവാലന്മാർ. പണിയില്ല, ഒരു പണിയില്ലാതെ പൂവാലന്മാരായി. പണി വേണം മനുഷ്യൻ, എന്തെങ്കിലും തൊഴിൽ ചെയ്യണം. തൊഴിൽ വകുപ്പില്ല. തൊഴിലോ തുടങ്ങിയ പിറ്റേന്ന് പൂട്ടി. എന്തിനും പൂട്ടി. അത് തന്നെ. ഒരു ചാക്കും കൊണ്ട് വരാൻ വയ്യ. ആ ചാക്ക് ഇറക്കണമെങ്കിൽ വെറുതെ നിൽക്കുന്ന ആൾക്ക് ശമ്പളം കൊടുക്കണം. ഒന്നും വിചാരിക്കരുത്. മനുഷ്യനെ കൊല്ലുക തന്നെ പരമാവധി. ഒന്നും വിചാരിക്കരുത്. ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യാം. എങ്ങനെയെങ്കിലും ജനപക്ഷത്ത് നിൽക്കുന്നതിന് പകരം ചില പ്രത്യേകമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കളിക്കുക. ഞാൻ പറയട്ടെ, ഞാൻ ഈ പറഞ്ഞ ഗൗരവമാണ്. ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് അടക്കമുള്ള ഉൽപ്പന്നങ്ങളും ഫാക്ടറികളും ഉള്ളത് ബംഗാളിലാണ്. എന്തുകൊണ്ട് ബംഗാളിനെ കണ്ടുപിടിച്ചുകൂടാ? ജനപക്ഷത്ത് നിൽക്കാൻ തയ്യാറാവുന്നു. അവിടേക്ക് എന്തൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഞാൻ അതിനെ മുഴുവനും ജനക്ഷേമം എന്ന് പറയുകയല്ല. പക്ഷെ ആലോചിക്കണം, ഇവിടെ നടക്കണില്ല. പിന്നെയോ, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട കാർഷിക രാജ്യമാണ് ചൈന. ചൈനയുടെ മുന്നിൽ അമേരിക്ക മുട്ടുകുത്തേണ്ടി വരും. കുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ചൈനയെ പോലെ അമേരിക്കക്ക് പേടിയാണ്. കുത്തിയിട്ടുണ്ട്. എന്റെ വരട്ടു തത്വവാദം ഉപേക്ഷിച്ചു. ഒരു കാലത്ത് വാതിൽ തുറക്കാത്ത, ഒന്നിനും സമ്മതിക്കാത്ത രാജ്യമായിരുന്നു ചൈന. ഇന്ന് ചൈനയെ പോലെ ഫ്രീഡം ഉള്ള രാജ്യമില്ല, മാറി. കമ്മ്യൂണിസ്റ്റ് വരട്ടു തത്വവാദങ്ങളിൽ നിന്ന് ജനപക്ഷത്ത് ചിന്തിക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചൈനയിൽ തയ്യാറായി. മാറ്റങ്ങൾ ഉണ്ടായി. ഇവിടെയും നിർമ്മാണങ്ങളുണ്ട്, കൃഷിയുണ്ട്. കണ്ണെത്താത്ത ദൂരത്ത് കൃഷിയാണ് ഇപ്പോൾ ചൈനയിലെ. എല്ലാം വരുന്ന ചൈനയിലാ. എല്ലാം ഇതാ മുസ്ലിയാരായ ഞാനിട്ട ഈ തൊപ്പി വരെ വരുന്നത് ചൈനയിലാ. ഒക്കെ ചൈനേനാ. മുസ്ലിംമാരിടുന്ന തൊപ്പി വരെ വരുന്നത് ചൈനയാണ്. എല്ലാം മേഡ് ഇൻ ചൈനയാ. ചൈനയിൽ മുസ്ലിമീങ്ങൾ കുറവാ, പക്ഷെ മുസ്ലിമീങ്ങൾക്കിടാനുള്ള തൊപ്പി ഉണ്ടാക്കുന്നത് ചൈനയാ. ചൈന എന്നുള്ള തൊപ്പിയാ. ഇത് ചൈനയെന്നാണ്. എന്തോ ആവോ. ചൈനയിൽ പോയി പഠിക്കാൻ മുഹമ്മദ് നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുണ്ടോ? അപ്പൊ ജനങ്ങളും സർക്കാരും ഒരു പക്ഷത്ത് നിന്നപ്പോൾ സ്വപ്നങ്ങളിൽ നിന്ന് ജനങ്ങൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്ന് ജനങ്ങൾ നേരായ വഴിക്ക് പോയി. നിർമ്മാണങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് നിർമ്മാണത്തിന്റെ പക്ഷത്ത് നിൽക്കണമെങ്കിൽ ലോട്ടറി നിരോധിക്കുകയല്ലാതെ നിർവാഹമില്ല. അത് വേണ്ട, തൊഴിൽ ചെയ്തോ. തൊഴിലിന് വഴികൾക്കാണ് ഞാൻ കൃത്യമായി അവസാനിക്കാത്തൊരു തൊഴുത്തുണ്ടെങ്കിൽ ഒരു പശുവിനെ പോറ്റാൻ ഇന്ന് ഒരു പ്രശ്നമില്ല. ഒരു പശുവിനെ പോറ്റാൻ ഇന്നൊരു തൊഴുത്ത് മതി, ഒന്നും വേണ്ട, എല്ലാം കിട്ടും. ഒരു പശു ഉണ്ടായാൽ ഇവിടെ പുൽകൃഷി വരെ നടക്കും.
അപ്പോൾ അതിന്മേലായി പണിയായി. പുല്ല് വെട്ടാൻ കൈകൊണ്ട് കഴിയുമെങ്കിൽ അതിനൊക്കെ മെഷീനും സൗകര്യങ്ങളില്ലേ? നല്ല പുൽകൃഷി, വീണ്ടും 15-20 കഴിഞ്ഞാൽ വീണ്ടും പുല്ലുണ്ടായി, വെട്ടി വിൽക്കാം, അതൊരു കൃഷി. വെണ്ടക്ക, കൈപ്പങ്ങ, ഈ വീട്ടിൽ വഴുതനങ്ങ തിന്നരുത്. അതൊക്കെയാണ് ഇന്ന് നമ്മൾ ഇന്ന് തിന്നുന്ന പച്ചക്കറിയാണ് നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്നത്. അത് നമ്മളെ വീട്ടിലുണ്ടാക്കാവുന്നതാണ്. വെള്ളരി, വെണ്ടക്ക, ഇതിനൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. നമ്മളെ തെങ്ങിന് മണ്ടരിയാണെങ്കിൽ ആ തെങ്ങിന്റെ ഓല എടുത്തിട്ട് ചൂലാക്കിയാൽ നമുക്ക് അന്യ സംസ്ഥാനത്തേക്ക് കയറ്റാം. ഒരു ദിവസം 5 ലോഡ് ചൂലാണ് കേരളത്തിലേക്ക് വരുന്നത്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് നിർമ്മാണങ്ങളോട് സഹകരിക്കാൻ തയ്യാറാകണം. പുനരധിവസിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ചോദിക്കരുത്. ഇതിനേക്കാൾ വലിയ ഒരു ഘട്ടത്തിൽ ഇവിടെ ചാരായം ഉണ്ടാക്കിയിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. എല്ലാ കവലകളിലും ചാരായം. ഇപ്പോൾ അത് കാണുന്നില്ല. അതിനൊക്കെ തൊഴിലാളികൾ ഉണ്ടായിരുന്നല്ലോ, എന്തേ ചെയ്തു? അന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഈ തൊഴിലാളികൾ എവിടെയാ പുനരധിവസിപ്പിക്കാം എന്ന്? അതുപോലെ തൊഴിലാളികളുടെ ഒരു വിഷയമാണ് വേശ്യാവൃത്തി. വേശ്യാവൃത്തി നിരോധിക്കേണ്ട, കാര്യമായി എല്ലാവരും അതിലിറങ്ങിക്കോട്ടെ. എന്താ പറയുക, കുറച്ച് തൊഴിലാളികളുടെ സ്ത്രീക്ക് ഉള്ളത് കൊണ്ട് അവരെ എവിടെ പുനരധിവസിപ്പിക്കും, അതുകൊണ്ട് വേശ്യാവൃത്തിയും നടക്കട്ടെ, അതും കൂടെ പറയേ. എല്ലാം നടന്നോട്ടെ, എല്ലാ കാര്യവും നടന്നോട്ടെ. ഇതെന്ത് വാക്കാണ്? പിന്നെ അരാജകത്തിന് എവിടെയെങ്കിലും പോകണം. ഒരു നാട്ടിൽ വേശ്യാവൃത്തി ഉണ്ടായാൽ വേശ്യാവൃത്തിയിൽ ലോകത്ത് റഷ്യയിലും ചൈനയിലും വരെ കുറ്റകരമല്ലേ? കാര്യം നടന്നാലും കുറ്റകരമാണല്ലോ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതിന്റെ പേരൊന്നും പറഞ്ഞിട്ട് ഒരു ക്രിയാത്മകമായി ചിന്തിക്കുന്നതിന് പകരം ജനങ്ങളെ മുന്നിൽ വരട്ടു തത്വവാദം പറയാൻ ഇവിടുത്തെ പ്രതിപക്ഷ ഭരണപക്ഷങ്ങൾ ഒരുങ്ങരുത്. ജനപക്ഷത്ത് നിൽക്കണം. നിങ്ങളെയൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് നീതി കിട്ടേണ്ടതുണ്ട്. നിങ്ങൾ നീതിമാന്മാരായാൽ നിങ്ങൾ പ്രവാചക തുല്യരാണെന്ന് പുണ്യനബി പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മതി. ദുആഉൽ ഇമാമിൽ ആദി, നീതിമാനായ ഭരണാധികാരിയുടെ പ്രാർത്ഥന ഉടനെ ഉത്തരം കിട്ടുന്നതാണെന്ന് ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നീട്ടുന്നില്ല. രണ്ടാമതായ മുസ്ലിമീങ്ങൾ ചിന്തിക്കണം, ഈ കയ്യിലെ കിട്ടുന്ന പൈസക്ക് ഒരിക്കലും ലോട്ടറി എടുക്കരുത്. വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ഒരിക്കലും നിങ്ങൾ അമിതവ്യയം ചെയ്യരുത്. അത്യാവശ്യം നിലല്ലാതെ പണം ഇറക്കരുത്. വലാ തുബദ്ദിർ തബ്ദീറ, അത്യാവശ്യത്തിനല്ലാതെ ചെലവഴിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, അമിതവ്യയം ചെയ്യുന്നവർ പിശാചിന്റെ സഹോദരന്മാരാകുന്നു. അതുകൊണ്ട് ഇളാഅത്തുൽ മാലി, മുതൽ വെറുതെ കളയുക. ലോട്ടറി ഹറാമാണ്, കാരണം അത് ഇളാഅത്തുൽ മാലാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാണ്. ഇളാഅത്തുൽ മാൽ, അത് ലോട്ടറി ഹറാമാണ്, അത് ഇളാഅത്തുൽ മാലാണ്, അത് മുതൽ വെറുതെ കളയലാണ്. അത് സ്വപ്നത്തിന്റെ പേരിൽ ഇളാഅത്തുൽ മാലാണ്, സ്വപ്നമാണ്. അങ്ങനെ അത് ഇളാഅത്തുൽ മാലാണ്. ഇത്ലാഅത്തുൽ മാലായ കാര്യത്തെ കർശനമായി പുണ്യനബി വിരോധിച്ചിട്ടുണ്ട്. വലാ തുബദ്ദിർ തബ്ദീറ, അതല്ലേ 1000 2000 ലോട്ടറികൾ എടുക്കും. അപ്പോൾ എത്രായിരം ഉറുപ്പികയാ പോവുക? അതിന് രസീത് വാങ്ങി പോരുക. 2000 ലോട്ടറി ടിക്കറ്റുകൾ ഒരേ അളവിൽ ഒരാളങ്ങോട്ട് എടുക്കുക, എന്നിട്ട് അതിന് രസീറ്റ് വാങ്ങി എവിടെയെങ്കിലും ഒരു അടിക്കാതിരിക്കില്ല. എത്ര വലിയ സ്വപ്ന, തൊലയ ചൂതാട്ടത്തിന്റെ ചൂതാട്ടം. അതുകൊണ്ട് വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ഒരിക്കലും അമിതവ്യയം ചെയ്യരുത്, അനാവശ്യത്തിൽ പണം ചെലവഴിക്കരുത്. അവർ പിശാചിന്റെ സഹോദരങ്ങളാണെന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഗൗരവമായി കണക്കിലെടുക്കണമെന്നും ഈ മഹത്തായ സമ്മേളനം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ രാജ്യം നശിക്കരുത്. ഈ കൊച്ചു സംസ്ഥാനത്തിൽ നിന്ന് ഒരു ദിവസം 40 കോടി രൂപ ദിവസേന പുറത്തു പോയാൽ നമ്മുടെ രാജ്യം തകരാൻ ഇനി എന്തു വേണം? നമ്മുടെ നാട് തകരും. നമ്മുടെ നിർമ്മാണത്തിന്റെ പണം അനാവശ്യമായി പോകും. അത് സ്വപ്നത്തിന്റെ പിന്നാലെയുമാണ് താനും. അതാകട്ടെ ലഭിക്കുന്നത് മറ്റൊരു സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്കാണെങ്കിലും അവിടെ നിന്നാവുമല്ലോ എന്ന് വിചാരിക്കുക. പക്ഷേ അതിലേറിയ കൂറും ഒരു അച്ചടിക്കുന്ന ലോട്ടറി പോലും സംസ്ഥാനത്തിന്റെ പേരിലാണെങ്കിലും സംസ്ഥാനത്തിന് അറിയില്ല. അതിവിടെ ചില ലോട്ടറി രാജാക്കന്മാർ, ചില ലാട്ടിയക്കാരെ കണ്ണിൽ പൊടിയിട്ട് നടത്തുന്ന കളികളുടെ ഭാഗം മാത്രമാണ്. അതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ സമൂഹ മനസാക്ഷി ഉണരേണ്ടതുണ്ട്. ഇതിന്റെ ജനപക്ഷത്ത് നിൽക്കാൻ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ബഹുമാനപ്പെട്ട ശ്രീമാൻ ഉമ്മൻചാണ്ടി സാർ അടക്കമുള്ള ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം ഇതെന്ന് ഈ നാടിനെ രക്ഷപ്പെടുത്തിയാലായിരിക്കും.
അള്ളാഹു അവർക്കൊക്കെ വലിയ ശക്തിയും കരുത്തും നൽകട്ടെ എന്ന് ഈ സാഹചര്യത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പടച്ചോൻ നല്ലത് നൽകട്ടെ. അവരൊക്കെ സഹകരിക്കുന്നതിനോട് നമുക്ക് വലിയ താല്പര്യമുണ്ട്. അവരൊക്കെ ജനപക്ഷത്ത് നിൽക്കുന്നവരെന്ന പ്രതീക്ഷയും നമുക്കുണ്ട്. പക്ഷേ അത് പൂർണ്ണമായി തെളിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും കൂടി അവർക്കുണ്ടെന്നും ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും നല്ലത് മനസ്സിലാക്കാനും അല്ലാഹു നമുക്ക് അനുഗ്രഹം ചൊരിയട്ടെ. എല്ലാവിധ നാശങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ ഇൽമിനെ നാഫിയാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, രക്ഷിതാവേ, ഞങ്ങൾക്കൊക്കെ നിന്റെ പൊരുത്തം നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഈ സാമൂഹികമായ ദുസ്ഥിതി ഇത് പരിഹരിച്ചു കിട്ടണമേ തമ്പുരാനെ. സമ്പൂർണമായ ഒരു ലോട്ടറി നിരോധനം അല്ലാഹുവേ ഞങ്ങളുടെ രാജ്യത്തിന് നൽകണമേ റബ്ബേ. ഞങ്ങളുടെ നാട് നന്നാവണമെങ്കിൽ സമ്പൂർണമായ ലോട്ടറി നിരോധനം വേണ്ടി വരും എന്ന് മന്ത്രി തോമസ് ഐസക്കും ഒരു വേള മുഖ്യമന്ത്രി തന്നെയും പറഞ്ഞിട്ടും ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ലോട്ടറി നിരോധിച്ച രാജ്യത്തിനൊരു സംസ്ഥാനമാകുന്ന തമിഴ്നാട്ടിന് ഒരാപത്തും ഇങ്ങോട്ട് വന്നിട്ടുമില്ല. ഇതിനേക്കാൾ വലിയ സ്വപ്നത്തിന്റെ പിന്നാലെയായിരുന്നു തമിഴ്നാട്. എന്നിട്ടത് നിരോധിച്ചു, ഒരാപത്തും ഉണ്ടായിട്ടുമില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ നിയമം ആ വഴിക്ക് നീങ്ങി ഭരണാധികാരികളാണ് ഈ വിഷയത്തിൽ ജനങ്ങളെ ഈ സ്വപ്നത്തിൽ നിന്ന് താഴെ ഇറക്കേണ്ടത്. അല്ലാഹുവേ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമേ റബ്ബേ. എല്ലാവരും സ്വപ്നത്തിന്റെ പിന്നാലെ ഓടുക. നേരെ വെളുത്താൽ ലോട്ടറി എടുക്കാൻ, ലോട്ടറി ടിക്കറ്റ് നോക്കാൻ, ഇങ്ങനെ വൃദ്ധന്മാർ മുതൽ ചെറുപ്പക്കാർ മുതൽ വൃദ്ധന്മാർ വരെ എല്ലാവരും ഇതൊരു സ്വപ്ന സാമ്രാജ്യമായി തീരുകയാണ്. അല്ലാഹുവേ, എല്ലാവർക്കും നല്ല ബോധം നൽകണമേ റബ്ബേ. മനുഷ്യന്റെ ആയുസ് സ്വപ്നത്തിന്റെ പിന്നിൽ കളയാനുള്ളതല്ല, പകരം ക്രിയാത്മകമായ നന്മകൾക്ക് വേണ്ടി, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണെന്നൊരു ബോധം എല്ലാവർക്കും നീ നൽകണമേ റബ്ബേ. എല്ലാവരെയും നീ നന്നാക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഈ സാമൂഹികമായ ദുരവസ്ഥയുടെ സാഹചര്യങ്ങളെ ഓർമ്മപ്പെട്ട് അതിന്റെ കൂടെ നിൽക്കുന്ന എല്ലാ ആളുകൾക്കും നിന്റെ മഹത്തായ പ്രതിഫലം നീ നൽകണമേ തമ്പുരാനെ. നിന്റെ വലിയ പ്രതിഫലം നീ നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഈ ഖുർആനിക ദഅവത്തിന് നീ വലിയ ആയുസ്സും വലിയ ശക്തിയും നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഇതിൽ പങ്കെടുക്കുന്ന കാരണത്താൽ ഞങ്ങളുടെ ദോഷം നീ പുറത്തിരണമേ റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് രോഗികൾ ഇവിടെയുണ്ട്, നീ ശിഫയാക്കണമേ റബ്ബേ. ഈ ദിനരാത്രങ്ങളിൽ ഷിഫായിന് വലിയ പ്രാധാന്യമുള്ള സന്ദർഭത്തിൽ മഗ്ഫിറത്തും ഷിഫാഉം നൽകുന്ന ഈ സമയത്ത് നീ ഷിഫാ നൽകണമേ റബ്ബേ. മഗ്ഫിറത്തും നൽകണമേ റബ്ബേ. രോഗികൾക്കൊക്കെ നീ ഷിഫ നൽകണമേ റബ്ബേ. മരിച്ചവർക്കൊക്കെ നീ മഗ്ഫിറത്ത് ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, വനിതാ വാളണ്ടിയറുടെ ഉപ്പ മരിച്ചിട്ടുണ്ട്, നീ മഗ്ഫിറത്ത് ചെയ്യണമേ തമ്പുരാനെ. അങ്ങനെ ഒരുപാട് ആളുകൾ, പല ആളുകളുടെയും പലരും ബന്ധപ്പെട്ടവരും മരണപ്പെട്ടു പോയി, നീ മഗ്ഫിറത്ത് ചെയ്യണേ തമ്പുരാനെ. ഫിർദൗസിന്റെ വാതിൽ അവരുടെ ഖബറിലേക്ക് നീ തുറക്കണമേ റബ്ബേ. അല്ലാഹുവേ, നിർമ്മാണമുള്ള ഒരു നാടായി ഞങ്ങളുടെ നാട്ടിൽ നീ മാറ്റണമേ റബ്ബേ. ഹലാലായ ഭക്ഷണം നൽകണമേ റബ്ബേ. ഹലാലായ പണം നൽകണമേ റബ്ബേ. സ്വപ്നത്തിന്റെ പിന്നാലെ പോകുന്നതിനെ തൊട്ട് ഞങ്ങൾ നീ കാക്കണമേ റബ്ബേ. ഞങ്ങൾക്ക് ഈ മണ്ണിൽ തന്നെ അധ്വാനിച്ച് നേടാൻ കരുത്ത് നൽകണമേ റബ്ബേ. എന്നും ഒരു ഗൾഫ്, ഒരു നാട്ടിൽ ജനിക്കുന്ന ആളുകൾക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ പുറത്തു പോകണം. അതാണ് നാട്ടിന്റെ വലിയ പരാജയമാണ്. അതൊരു പരാജയപ്പെട്ട നാടിന്റെ രീതിയാണ്. ഒരു നാട്ടിൽ ഉള്ള മനുഷ്യന്മാർക്ക് ജീവിക്കണമെങ്കിൽ പുറത്തു പോയി കഞ്ഞുടിക്കാൻ എന്നാണ് വളരെ മോശപ്പെട്ട ഒരവസ്ഥയാണത്. ഈ നാട്ടിൽ ഞങ്ങൾക്ക് കഞ്ഞുടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണമേ റബ്ബേ. ഇവിടെ നീ നിർമ്മാണം അധികരിപ്പിച്ചു തരണമേ റബ്ബേ. ഇവിടുന്ന് വേറുള്ളവർ വാങ്ങിക്കൊണ്ടുപോയി അവരുടെ പണം ഇവിടെ കിട്ടണമേ തമ്പുരാനെ. എല്ലാ നാട്ടിലെയും പണം ഇവിടെ വരണമെന്നാണല്ലോ ദുആ ചെയ്തത് സയ്യിദുനാ ഇബ്രാഹിം. അങ്ങനെ ഞങ്ങൾക്കും നീ നൽകണമേ തമ്പുരാനെ. എല്ലാ നാട്ടിലെ വിഭവങ്ങളും ഇവിടെ വരണമേ എന്ന് പ്രാർത്ഥിച്ചു സയ്യിദുനാ ഇബ്രാഹിം. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിലും അങ്ങനെ നൽകണമേ തമ്പുരാനെ. കരുത്ത് നൽകണമേ റബ്ബേ. അല്ലാഹുവേ, റഹ്മത്ത് ചൊരിയണമേ റബ്ബേ. പടച്ചവനെ, നിന്റെ ഇത്ഖ് നീ നൽകണമേ റബ്ബേ. നരകമോചനം നൽകണമേ തമ്പുരാനെ. നരകമോചനം നൽകണമേ റബ്ബേ. അല്ലാഹുവേ, കൗസറിൽ ഞങ്ങളെ കുടിപ്പിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, പ്രയാസങ്ങളെ ദൂരീകരിക്കണമേ റബ്ബേ. പുണ്യനബിയോടുകൂടെ സ്വർഗത്തിലാക്കണമേ തമ്പുരാനെ. മുസ്ലിം ഉമ്മത്തിന് വിജയം നൽകണമേ റബ്ബേ. ഹർമൈൻ ഷരീഫെ നീ സംരക്ഷിക്കണമേ റബ്ബേ. പല ജാതി പ്രയാസങ്ങളോടുകൂടി ഇവിടെ വന്നവരുണ്ട്. പലരുടെയും ലിസ്റ്റ് വായിച്ചു. ഓരോന്നും നീ അറിയുന്നവനാണ്. എല്ലാം നീ പരിഹരിച്ചു കൊടുക്കണമേ റബ്ബേ. എല്ലാ പ്രയാസവും പരിഹരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഈ സദസ്സിന്റെ ബർക്കത്തുണ്ട്. എല്ലാ പ്രയാസവും പരിഹരിക്കണമേ റബ്ബേ. എല്ലാ പ്രയാസവും പരിഹരിക്കണമേ റബ്ബേ. എല്ലാ ബുദ്ധിമുട്ടും തീർക്കണമേ റബ്ബേ. എല്ലായിടത്തും രക്ഷ നൽകണമേ റബ്ബേ. നിന്റെ റഹ്മത്ത് നീ ചൊരിഞ്ഞു തരണമേ റബ്ബേ. നീ ഞങ്ങളെ സ്വീകരിക്കണമേ തമ്പുരാനെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ ബിഫളി
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.